ആ നാട്ടിലെ കുപ്രസിദ്ധ കള്ളനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ ആരും പേടിച്ചു പോകും. ഒരു ദിവസം രാത്രി മോഷണത്തിന് വേണ്ടി നാട്ടിലിറങ്ങിയതാണ്. പെട്ടെന്നായിരുന്നു ഒരു വീട്ടിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ നിന്ന് ഒരു വാക്യം കേൾക്കാനിടയായത്. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി. താൻ ഇതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് അദ്ദേഹം അതീവം ദുഃഖിച്ചു. എനിക്കിതിന് പ്രായശ്ചിത്തം ചെയ്യണം. അദ്ദേഹം ഇതുവരെ മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും അതിനർഹരായവർക്കൊക്കെ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുക്കാൻ പറ്റാത്തവരോട് നേരിൽ കണ്ട് പൊരുത്തപ്പെടിയിച്ചു. പക്ഷേ ഒരു ജൂതൻ മാത്രം അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരാം, പക്ഷേ ഞാൻ പറയുന്ന എന്ത് ജോലിയും നീ ചെയ്യാൻ തയ്യാറാകണം. അദ്ദേഹം അതെ എന്ന് സമ്മതം മൂളി. ആ സമയത്ത് ആ ജൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഈ വീടിൻ്റെ പിറകിൽ കാണുന്ന ഈ വലിയ മല ഇടിച്ച് നിരപ്പാക്കി തരണം. അദ്ദേഹം സമ്മതം മൂളി. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ മല ഇടിച്ചു നിരപ്പാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. രാപ്പകൽ ഭേദമില്ലാതെ അദ്ദേഹം വിശ്രമം പോലുമില്ലാതെ ഒരുപാട് അധ്വാനിച്ചു. ഒരു വർഷമല്ല 10 വർഷമെടുത്താലും അതിനെ ഇടിച്ചു നിരപ്പാക്കാൻ പറ്റാത്തത്രയ്ക്കുള്ള വലിയൊരു മലയായിരുന്നു ആ മല. അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള മനോഭാവം കൊണ്ട് അദ്ദേഹം അതൊന്നും വകവെക്കാതെ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടു. അന്ന് രാത്രി വലിയ രീതിയിലുള്ള ശക്തമായ മഴയും കാറ്റും അള്ളാഹു ഇറക്കി. അതോടുകൂടി ആ വലിയ കുന്ന് രാവിലെയാകുമ്പോൾ നിലം പരിശായി കിടക്കുന്നുണ്ട്. രാവിലെ രംഗം കണ്ട ഈ ജൂതൻ അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് വർഷങ്ങളെടുത്താലും ഇടിച്ചു നിരപ്പാക്കാൻ പറ്റാത്ത ഈ വലിയ മല കേവലം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ഇടിച്ച് നിരപ്പാക്കിയിരിക്കുകയാണ്. ഈ അവസ്ഥ കണ്ട ജൂതൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയി അദ്ദേഹത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. പിൽക്കാലത്ത് അറിയപ്പെട്ട വലിയ മഹാനായ ആളായിരുന്നു ആ മോഷ്ടാവ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹം.